ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ വാട്സപ്പിലുള്ള സ്റ്റാറ്റസിൽ നമ്മൾ ഡെയിലി സ്റ്റാറ്റസ് പോസ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷെ നമ്മളെ സ്റ്റാറ്റസ് നമ്മൾ നല്ല അടിപൊളിയാക്കിയിട്ട് നമ്മളെ ഫ്രണ്ട്സിനെ ഞെട്ടിക്കുന്ന രീതിയിലൊന്നും ചെയ്താലോ? ഞാൻ ഇന്ന് ഫോണിൽ ഞാൻ അത് കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. പക്ഷെ അതിന് മുൻപ് നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം? 1-2 ദിവസം കൂടുന്ന സമയത്ത് വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുമെങ്കിൽ മാത്രമേ എല്ലാ അപ്ഡേഷൻസും നിങ്ങൾക്ക് വരികയുള്ളൂ. നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ? നമ്മുടെ വാട്സപ്പിലെ സ്റ്റാറ്റസ് അടിപൊളിയാക്കാൻ വേണ്ടി ഒരു മാർഗ്ഗം ഞാൻ പറഞ്ഞുതരാം. അതിനായി നമ്മളൊന്ന് വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുക. വാട്സപ്പ് എപ്പോഴും നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ആ സെർച്ച് ഓപ്ഷനിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ഒന്ന് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്ഡേഷൻ ഉണ്ടെങ്കിൽ അപ്ഡേഷൻ ഒന്ന് കാണിക്കും, ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓപ്പൺ കൊടുക്കുക. ഇവിടെ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിന്റെ പ്രൊഫൈലൊക്കെ കാണുന്നുണ്ട്. ഏറ്റവും താഴെ അപ്ഡേറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നമുക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സിന്റെ ഒക്കെ സ്റ്റാറ്റസുകളൊക്കെ നമുക്ക് ഇവിടെ കാണാം. അതിന്റെ ഏറ്റവും ടോപ്പിലായിട്ട് നമുക്ക് ഇവിടെ ഒരു പ്ലസ് മാർക്ക് കാണാം. അവിടെയാണ് നമ്മൾ സ്റ്റാറ്റസ് പോസ്റ്റ് ചെയ്യാൻ നോക്കുന്നത് അല്ലേ. നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിലായിട്ട് നമുക്ക് ടെക്സ്റ്റ്, മ്യൂസിക്, അതുപോലുള്ള ലേ ഔട്ട് കാര്യങ്ങളൊക്കെ, വോയിസ്, നമുക്ക് എന്തെങ്കിലും മ്യൂസിക്കുകളൊക്കെ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കണമെങ്കിലൊക്കെ നമുക്ക് പറ്റും. അതിന് തൊട്ടടുത്തായിട്ട് ഒരു പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, AI ഇമേജസ് കൊടുക്കാനുള്ള ഓപ്ഷൻ അല്ലേ. ഇതിലാണ് ഞാൻ പറഞ്ഞിരിക്കുന്ന ഒരു അടിപൊളി ഒരു സെറ്റിംഗ്സ് നമ്മൾ കാണിച്ചു തരുന്നത്. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. AI ഇമേജസ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഓട്ടോ ആയിട്ട് കുറെ ഓപ്ഷൻസ് വരുന്നുണ്ട്. നമുക്ക് പല AI ഇമേജുകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതിന്റെ തൊട്ട താഴെയായിട്ട് നമുക്ക് ഇവിടെ താഴെ നമുക്ക് പ്രോംപ്റ്റ് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട് അല്ലേ. അവിടെ നമ്മളൊന്ന് ഒരു ചെറിയൊരു നല്ല രസകരമായിട്ടുള്ള ഒരു കാര്യം നമ്മളൊന്ന് ടൈപ്പ് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ ചെയ്യാം. ഞാൻ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്നൊരു ഓപ്ഷൻ കാണിച്ചു തരികയാണ്. ഇവിടെ ഞാൻ എൻ്റെ വീട്ടിൽ ചെറിയൊരു ഷിറ്റ്സു പപ്പി ഉണ്ട്. ആ പപ്പിയുടെ ഒരു ഫോട്ടോ ആണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്. ഷിറ്റ്സു ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം ടൈപ്പ് ചെയ്യാം. ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഷിറ്റ്സു പപ്പി എന്ന് കൊടുത്തു. അതിന്റെ കൂടെ തന്നെ നമുക്ക് അത് വിത്ത് ഗിറ്റാർ പിടിച്ചു നിൽക്കുന്ന ഒരു ഷിറ്റ്സു പപ്പീന്റെ ഒരു ഫോട്ടോ, ഒരു AI ഫോട്ടോ വേണമെന്ന് ആണ് നമ്മൾ വിചാരിക്കുന്നത്. ജസ്റ്റ് അത് നമ്മളൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആ ആരോ മാർക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ പെട്ടെന്ന് തന്നെ കണ്ടില്ലേ കുറെ ഇമേജസ് വരുന്നുണ്ട്, കണ്ടില്ലേ? നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഇമേജ് കണ്ടില്ലേ? ഇനി നമുക്ക് അതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം. ഞാനിവിടെ ലാസ്റ്റ് വൺ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതിന്റെ തൊട്ട താഴെയായിട്ട് നമുക്ക് ഇവിടെ കണ്ടില്ലേ ഏറ്റവും താഴെ ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. നമുക്ക് അതൊന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ നമുക്ക് ആനിമേഷൻ ചെയ്യാൻ സാധിക്കും. ഇവിടെ കണ്ടില്ലേ ആനിമേഷൻ ഓപ്ഷൻ ഉണ്ട്. എഡിറ്റ് ചെയ്താൽ നമുക്ക് റിമൂവ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ തൊട്ടടുത്ത് ആനിമേറ്റ് ഓപ്ഷൻ, ഞാൻ ജസ്റ്റ് ഒന്ന് ആനിമേറ്റ് ചെയ്യാം. കണ്ടില്ലേ അതൊരു വീഡിയോ പോലെ ആയിട്ട് ആനിമേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇത് സ്റ്റാറ്റസ് ആയിട്ട് പോസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു മ്യൂസിക് കൊടുക്കാനും നമുക്ക് പറ്റും. എല്ലാവരും നിങ്ങളുടെ ഫോണിലൊന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് എല്ലാവർക്കും ഇത് ഓപ്ഷൻ വന്നിട്ടുണ്ടോ എന്നും കൂടി കമന്റ് ആയിട്ട് അറിയിക്കുക.